ഹെവൻലി മെലഡീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പമായിരിക്കുക ദേവഗായകൻ പ്രിയ പാടും പാതിരി പെരിയ ബഹുമാനപ്പെട്ട പോൾ പോത്തിങ്കളച്ചനാണ്. CMI സഭയുടെ തൃശ്ശൂർ പ്രവിശ്യ ദേവമാതാ പ്രവിശ്യ അംഗമാണ്. പക്ഷേ ഇന്ന് CMI സഭയുടെ മാത്രമല്ല, കേരള സഭയുടെ മാത്രമല്ല, ആഗോള സഭയുടെ അഭിമാനം കൂടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട പോൾ പോത്തിങ്കളച്ചൻ. ഈ എപ്പിസോഡിൽ അച്ഛൻ്റെ വിശേഷങ്ങളും അച്ഛൻ്റെ അനുഭവങ്ങളും അച്ഛൻ്റെ സുന്ദരമായ ഗാനങ്ങളും നമുക്ക് ശ്രമിക്കാം. പ്രിയപ്പെട്ട പോളച്ച, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹത്തോടെ ശാലോം ടിവിയുടെ ഹെവൻലി മെലഡീസിലേക്ക് സ്വാഗതം. ഒത്തിരി നന്ദി. നമുക്ക് അച്ഛൻ്റെ ഒരു സുന്ദരമായ ഗാനം കേട്ടുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് ആരംഭിക്കാം. നാവില്ലീശോ അപ്പമായി അലിഞ്ഞു ചേർന്ന നേരം, അപ്പത്തോളം ചെറുതാകുന്നു ഞാൻ, ഈ ജീവിതം നൽകിടുന്നു അലിഞ്ഞിടുവാൻ ഈശോയെ പോ. നാവില്ലീശോ അപ്പമായി അലിഞ്ഞു ചേർന്ന നേരം, അപ്പത്തോളം ചെറുതാകുന്നു ഞാൻ, ഈ ജീവിതം നൽകിടുന്നു അലിഞ്ഞിടുവാൻ ഈശോയെ പോൽ. നാവില്ലീശോ അപ്പമായി. പാപിയെന്നറിഞ്ഞിട്ടും എൻ്റെ ഈശോ എന്നുള്ളിൽ വാഴാൻ വന്നിടുന്നു. പാപിയെന്നറിഞ്ഞിട്ടും എൻ്റെ ഈശോ എന്നുള്ളിൽ വാഴാൻ വന്നിടുന്നു. കണ്ണീരൊഴുകും നേരം ഈശോ എന്നുള്ളിൽ സാന്ത്വനമായിടുന്നു. കണ്ണീരൊഴുകും നേരം ഈശോ എന്നുള്ളിൽ സാന്ത്വനമായിടുന്നു, എന്നുള്ളിൽ സാന്ത്വനമായിടുന്നു. ഈശോ ഈശോ നീ എന്നുള്ളിൽ എന്നും വാഴാൻ കാത്തിരിപ്പൂ. ഈശോ ഈശോ നീ എന്നുള്ളിൽ എന്നും വാഴാൻ കാത്തിരിപ്പൂ. നാവില്ലീശോ അപ്പമായി അലിഞ്ഞു ചേർന്ന നേരം, അപ്പത്തോളം ചെറുതാകുന്നു ഞാൻ, ഈ ജീവിതം നൽകിടുന്നു അലിഞ്ഞിടുവാൻ ഈശോയെ പോൽ. നാവില്ലീശോ അപ്പമായി. മുറിവുകൾ സഹിക്കും നേരം എൻ്റെ ഈശോ എന്നുള്ളിൽ വൈദ്യനായി മാറിടുന്നു. മുറിവുകൾ സഹിക്കും നേരം എൻ്റെ ഈശോ എന്നുള്ളിൽ വൈദ്യനായി മാറിടുന്നു. തളർന്നു
തളർന്നു വീഴും നേരം ഈശോ എന്നുള്ളിൽ ശക്തിയായി നിറഞ്ഞിടുന്നു. തളർന്നു വീഴും നേരം ഈശോ എന്നുള്ളിൽ ശക്തിയായി നിറഞ്ഞിടുന്നു. എന്നുള്ളിൽ ശക്തിയായി നിറഞ്ഞിടുന്നു. ഈശോ ഈശോ നീ എന്നുള്ളിൽ എന്നും വാഴാൻ കാത്തിരിപ്പൂ. ഈശോ ഈശോ നീ എന്നുള്ളിൽ എന്നും വാഴാൻ കാത്തിരിപ്പൂ. നാവിൽ ഈശോ അപ്പമായി അലിഞ്ഞു ചേർന്ന നേരം അപ്പത്തോളം ചെറുതാകുന്നു ഞാൻ. ഈ ജീവിതം നൽകിടുന്നു അലിഞ്ഞിടുവാൻ ഈശോയെപ്പോൾ. നാവിൽ ഈശോ അപ്പമായി. പ്രിയപ്പെട്ട പൊളച്ച, എന്താ പറയുക, ഒരു സ്വർഗീയ അനുഭവം. അച്ഛൻ്റെ മുഖത്തൊരു ഒരു വളരെ ഗ്രേസാണ്. അത് അച്ഛൻ്റെ ആലാപനത്തിലും അച്ഛൻ്റെ സംഗീതത്തിലും ഒക്കെ എനിക്ക് ഏറെ അഭിമാനമുണ്ട്. പ്രിയപ്പെട്ട പാടും പാതിരി പോൾ പൂവത്തിംഗ്ലസിൻ്റെ ഒരു ചെറിയ ശിഷ്യൻ കൂടിയാണ്. ഞാൻ ഫിലോസഫി പഠിച്ചത് ധർമാരാം കോളേജിലാണ്. ആ സമയത്ത് അച്ഛനിൽ നിന്ന് ശിക്ഷത്വം പഠനം പഠിക്കാനുള്ള ഒരു അവസരം കിട്ടിയ ഈ സമയത്ത് സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുകയാണ്. അച്ഛൻ നമുക്ക് ഈ പാട്ടിൻ്റെ വിശേഷത്തോടൊന്ന് പറഞ്ഞിട്ട്. നിന്റെ വരികൾ സുന്ദരം, സംഗീതം സുന്ദരം, അതിലും സുന്ദരം അച്ഛൻ്റെ ആലാപനം. താങ്ക് യു വെരി മച്ച് ബിബിനച്ചൻ. ഒത്തിരി സ്നേഹത്തോടുകൂടിയുള്ള വാക്കുകൾക്ക്. ഈ പാട്ട് എഴുതിയത് തോൺ തറയിൽ എന്ന് പറഞ്ഞിട്ടൊരു ചെറുപ്പക്കാരനാണ്. ഈ കൊറോണ കാലഘട്ടത്തിലെ ഒരു ദിവസം ഈ കക്ഷി എന്നെ ഫോണിൽ വിളിച്ചു. അവന് ജോലിയില്ല, ജോലി നഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് കൊറോണ കാലത്ത് ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെട്ടുമല്ലോ. അപ്പോൾ ഒരു ജോലി അന്വേഷിച്ചിട്ടൊന്നും കിട്ടുന്നില്ല, ഭയങ്കര നിരാശ തോന്നണ വെച്ചു. ആത്മഹത്യ ചെയ്യാനൊക്കെ എനിക്ക് തോന്നണേ, അതൊക്കെയാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ യാദൃശ്ചികമായിട്ട് എൻ്റെ നാട്ടുകാരൻ തന്നെയാണ് പുള്ളി. എനിക്ക് പക്ഷെ അത്രയ്ക്ക് അറിയില്ല ആളെ, കാരണം അവിടെ വന്ന് സെറ്റിലായിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ പാടില്ല, ജോലിയൊക്കെ നമുക്ക് കിട്ടും. 2-3 സ്ഥലത്ത് നമുക്ക് ഉപേക്ഷകളുണ്ടായാലും എവിടെയെങ്കിലും കിട്ടും, പ്രാർത്ഥിക്കാൻ ഞാൻ പ്രത്യാശയോടുകൂടി ഇരിക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞ് അവന് കുറച്ചൊരു ഒരു ഒരു പോസിറ്റീവ് എനർജി, ഒരു പ്രതീക്ഷയൊക്കെ കൊടുത്ത് അങ്ങനെ സംസാരം അവസാനിച്ചു. വേറൊരു ദിവസം പുള്ളി എനിക്ക് ഞാനൊരു പാട്ട് എഴുതിയെന്ന് പറഞ്ഞിട്ട് എനിക്കിത് അയച്ചു തന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര വണ്ടറായി. ഇങ്ങനെ ചിന്തിച്ചൊരാൾ എഴുതിയൊരു പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ഒരു കൺസേൺ, അത് എന്തെങ്കിലും ചെയ്യണമല്ലോ, അതിലൊരു പ്രത്യേകിച്ച് ഒരു ഇമോഷൻ അതിലുണ്ട്. കാര്യം അവൻ്റെ വേദന. അപ്പോൾ ആ വേദന ഒരു പക്ഷേ അത് ഈ പാട്ടിന് ഒരുപാട് ശക്തി നൽകുന്നതാണ്. പ്രത്യേകിച്ച് കർത്താവ് ഈശോ മിശിഹായുടെ വേദനകൾ തന്നെയാണല്ലോ മനുഷ്യകുലത്തിന് ശക്തിയായി മാറിയത് എന്ന് പറഞ്ഞ മാതിരി. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ അത് കുറച്ച് ഇങ്ങനെ പെട്ടെന്നിരുന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു ട്യൂൺ ഇങ്ങനെ മനസ്സിൽ കയറി വന്നു. ശുദ്ധ ധന്യാസി രാഗം ആണ് ഇതിൻ്റെ ഒരു ചട്ടക്കൂട്. അങ്ങനെ പിന്നെ അത് റെക്കോർഡ് ചെയ്ത് അങ്ങനെ അവതരിപ്പിച്ചതാണ്. അച്ഛാ, നമുക്ക് അച്ഛൻ്റെ വീട്, ഇടവക, അതുപോലെ സെമിനാരിയിലേക്കുള്ള പ്രവേശനം, അച്ഛൻ്റെ പഠനത്തെ പറ്റിയൊക്കെ ഒന്ന് പറയൂ. എൻ്റെ വീട് തൃശ്ശൂർ ടൗണിനടുത്ത് വിയ്യൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഞാൻ അവിടെ ഒരു പ്രൈമറി സ്കൂളുണ്ട് ഞങ്ങളുടെ നാട്ടിൽ തന്നെ, അവിടെ പഠിച്ചു. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ടൗണിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ വടക്കോട്ട് മാറിയിട്ടുള്ളൊരു സ്ഥലമാണ്. തൃശ്ശൂരിൻ്റെ വളരെ അടുത്താണ്. ഷൊർണൂർ റോഡിലേക്ക് പോകുന്ന വഴിയിലാണത്. പിന്നെ ഞാൻ തുടർന്ന് തൃശ്ശൂർ ടൗണിലേക്ക് വന്ന് CMS ഒരു സ്കൂളുണ്ട് അവിടെ, ചർച്ച് മിഷണറി സൊസൈറ്റി, കോട്ടയം CMS കോളേജൊക്കെ കേട്ടില്ലേ, അതേ ഗ്രൂപ്പ് തന്നെ. അപ്പോൾ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. പക്ഷേ ഞാൻ ഒരു 4ാം ക്ലാസ്സിലൊക്കെ ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിലൊരു സംഗീതജ്ഞനുണ്ട്, പള്ളിയിലത്തെ വലിയ കൊയർ ലീഡറാണ്, ചുമ്മാർ എന്ന് പറഞ്ഞൊരു ചേട്ടൻ. അപ്പോൾ അദ്ദേഹം വയലിൻ വായിക്കും, ഹാർമോണിയം വായിക്കും, പിന്നെ പാടും നന്നായിട്ട്. അദ്ദേഹമാണ് പള്ളിയിൽ സുറിയാനി കൊയർ ലീഡ് ചെയ്യുന്നത്. അങ്ങനെ ഈ ചെറൂര് പള്ളിയിൽ ഞാൻ സുറിയാനി കൊയറിലാണ് ആദ്യം ചേരുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ ഈ സ്ലീവാക്കോലും ഒരു വലിയ ബാൻഡ്, സൈഡ് ഡ്രം, അതൊക്കെയും പിന്നെ ഒരു ഹാർമോണിയം, അത്രയും ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നുള്ളൂ ഈ സുറിയാനി കുർബാനയ്ക്ക്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഈ എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു 1.5 കിലോമീറ്റർ അകലത്തില്ല പ്രൊവിൻഷ്യൽ ഹൗസ്, പാട്രാക്കിൽ CMI പ്രൊവിൻഷ്യൽ ഹൗസ്. അപ്പോൾ ഞാൻ അവിടെ ഒരു ഓൾട്ടർ ബോയ് ആയി മാറി. അപ്പോൾ അവിടെ അന്ന് ഇപ്പോൾ
CMI സഭയിൽ തന്നെ ദേവദാസൻ കനീഷ്യസ് അച്ഛൻ എന്ന് പറയുന്ന അച്ഛൻ പ്രൊവിൻഷ്യലാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഓൾട്ടർ ബോയ് ആയിരുന്നു. അപ്പോൾ ജനറാളുമായിരുന്നല്ലോ. അതെ, ജനറാളായിരുന്നു, പ്രൊവിൻഷ്യലൊക്കെ ആയിരുന്നു. അപ്പോൾ അത് അങ്ങനെയാണ് പതുക്കെ ഞാൻ +2 വരെ ഈ കുർബാനയ്ക്ക് കൂടുതൽ അൾത്താരപാലനമായിട്ട് അങ്ങോട്ട് തുടർന്നു. അങ്ങനെ പിന്നെ അങ്ങോട്ട് കണക്ഷൻ കിട്ടി സെമിനാരിയിൽ കയറുന്നത്. അപ്പോൾ എനിക്ക് പിന്നെ പക്ഷേ ഒരു ശാസ്ത്രീയമായിട്ടുള്ള സംഗീതം പഠിക്കാനോ നമുക്കറിയാമല്ലോ, നമ്മുടെ ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ അങ്ങനെയുള്ളൊരു സാധ്യതകളില്ല. അതൊന്നും അങ്ങനത്തെ ഒരു ചിന്തിക്കുന്നില്ല ആരും. പിന്നെ ഞാൻ സെമിനാരിയിൽ വരന്തരപ്പള്ളി എന്ന് പറഞ്ഞ തൃശ്ശൂർ പ്രൊവിൻഷ്യൻ്റെ ഫസ്റ്റ് ഇയർ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു സോദരൻ ഭാഗവതർ എന്ന് പറഞ്ഞൊരു ഭാഗവതരെ വിളിച്ചു കൊണ്ടുവന്ന് ഞങ്ങൾക്ക് ഈ ഫൗണ്ടേഷൻ എക്സസറി വരിച്ച ജണ്ട വരിച്ച അതൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചു. അപ്പോൾ അപ്പോൾ ഞാനിങ്ങനെ ഇതിങ്ങനെ കർണാട്ടിക് മ്യൂസിക് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്നോ ഇതെന്താണെന്നൊക്കെ ഒരു ചെറിയ ഒരു കേൾവി. കാരണം നമ്മൾ ആദ്യത്തെ കൊല്ലം ഇതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഗൗരവം ഒന്നും അറിയില്ല. പക്ഷേ ഇതിലെന്തോ കാര്യമുണ്ടെന്ന് മനസ്സിലായി. പക്ഷേ ഞാൻ പാട്ടുകൾ അതിക്കുമ്പോൾ പാടായിരുന്നു, സിനിമാ പാട്ടുകളൊക്കെ പാടായിരുന്നു, ചില കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കും, സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ മെയിനായിട്ട് ഒരു അത്ലറ്റായിരുന്നു. ഞാൻ സ്പോർട്സിലായിരുന്നു എൻ്റെ ശ്രദ്ധ മുഴുവൻ. സ്പോർട്സ്, ഫുട്ബോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു എൻ്റെ ജില്ലാ സ്പോർട്സിൽ പങ്കെടുക്കലും അതൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ മ്യൂസിക്കിന് മിനിമം ചെയ്തിരുന്നുള്ളൂ, മിനിമം കാര്യങ്ങൾ. പക്ഷേ സെമിനാരിയിൽ കയറി കഴിഞ്ഞപ്പോൾ അതിന് കുറച്ചും കൂടിയും ഒരു അവസരം തുറന്നു വന്നു, കൊയറും കാര്യങ്ങളൊക്കെ ആയിട്ട്, ട്രെയിനിങ്ങൊക്കെ ആയിട്ട്. പിന്നെ ഞാൻ ബാംഗ്ലൂർ നമ്മുടെ ധർമാരാം കോളേജിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കൃഷ്ണമൂർത്തി ഭാഗവതരുണ്ട്. അപ്പോൾ കൃഷ്ണമൂർത്തി ഭാഗവതരുടെ കീഴിൽ ഞാൻ കുറച്ച് കാലം ഇങ്ങനെ അഭ്യസിച്ചു. അങ്ങനെ പിന്നെ ഞാൻ പട്ടം കഴിഞ്ഞിട്ട് ഒരു കൊല്ലം പാസ്റ്ററൽ ഇയർ കഴിഞ്ഞപ്പോൾ എന്നോട് ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ അച്ഛൻ അധികാരി പറയണത് റൂമിൽ പോയിട്ട് പാസ്റ്ററൽ തിയോളജി പഠിക്കാനാണ് പറഞ്ഞു എന്നോട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അതിനേക്കാൾ എൻ്റെ മനസ്സിൽ തോന്നുന്നത് സംഗീതം പഠിക്കാനാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ആലോചിച്ചിട്ട് പിന്നെ തീരുമാനം എടുത്തിട്ട് പറഞ്ഞു, ഫാദർ മാത്യു കാട്ടുമാത്ത് എന്ന് പറഞ്ഞൊരു അച്ഛനായിരുന്നു, മരിച്ചു ആൾ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പോളച്ചൻ എന്നാൽ സംഗീതം പഠിക്കാൻ പൊക്കോന്ന് പറഞ്ഞു എന്നോട്. അങ്ങനെയാണ് പിന്നെ ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ 4 വർഷം പഠിച്ചു, MA മ്യൂസിക് വരെ. പിന്നെ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ MPhil PhD ഒരു 8 വർഷം മദ്രാസിൽ നിന്നിറങ്ങി. അവിടെ വെച്ചിരുന്ന് ദാസേട്ടനെ കണ്ടുമുട്ടുന്നത്. അതാണ് നമ്മളിപ്പോൾ കാത്തിരുന്ന് നമ്മൾ അച്ഛനിൽ നിന്ന് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നൊരു വിശേഷം. ദാസേട്ടൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരിലൊരുവൻ, നമ്മുടെ പ്രിയപ്പെട്ട പോളച്ചൻ്റെ വിശേഷങ്ങൾ നമുക്ക് അടുത്തൊരു ഗാനം, നമുക്ക് അച്ഛൻ്റെ പ്രിയപ്പെട്ടൊരു ഗാനം കേട്ടതിന് ശേഷം നമുക്ക് കേൾക്കാം. ഈ ഗാനം എഴുതിയത് നമ്മുടെ കൊച്ചേട്ടൻ എന്ന് പറയുന്ന ഫാദർ റോയ് കണ്ണഞ്ചിറ CMI ആണ്. അച്ഛൻ ഈ പാട്ട് എഴുതി വന്നു കഴിഞ്ഞ് ഞാൻ കുറച്ച് നാളിത് മെഡിറ്റേറ്റ് ചെയ്തു. ഒരു നല്ലൊരു പ്രാർത്ഥന, അത് എൻ്റെ തന്നെ പ്രാർത്ഥന പോലെ എനിക്ക് ഫീൽ ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോൾ. അങ്ങനെയാണ് ഈ ട്യൂൺ ഇങ്ങനെ ഹിന്ദോള രാഗത്തിൽ വന്നത്. ഇതിന് ഓർക്കസ്ട്ര ചെയ്തത് പോളി തൃശ്ശൂർ എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള സംഗീത സംവിധായകനാണ്. അവരൊക്കെ നന്ദിപൂർവ്വം അനുസ്മരിച്ചുകൊണ്ട് ഈ ഗാനം ആലപിക്കട്ടെ. നിന്നോടു പ്രാർത്ഥിച്ചു ഞാൻ ചെയ്ത കാര്യങ്ങൾ ഒന്നുമേ തെറ്റിയില്ലിന്നേ വരെ. നിൻ കൈയിലൻ കൈകൾ കോർത്തു നടന്നപ്പോൾ ഒരു ചുവടുമിടറിയില്ലിന്നേ വരെ. നിന്നോടു പ്രാർത്ഥിച്ചു ഞാൻ ചെയ്ത കാര്യങ്ങൾ ഒന്നുമേ തെറ്റിയില്ലിന്നേ വരെ. നിൻ കൈയിലൻ കൈകൾ കോർത്തു നടന്നപ്പോൾ ഒരു ചുവടുമിടറിയില്ലിന്നേ വരെ. നിന്നോടു പ്രാർത്ഥിച്ചുര ചെയ്ത വാക്കുകൾ ഒന്നും പിഴച്ചിട്ടില്ലിന്നേ വരെ.
പ്രാർത്ഥിച്ചുര ചെയ്ത വാക്കുകൾ ഒന്നും പിഴച്ചിട്ടില്ലിന്നേ വരെ. നിൻ കൃപയാചിച്ചാരംഭിച്ച കർമ്മങ്ങൾ ഒന്നും അപൂർണമല്ലിന്നേ വരെ. ഇന്നേ വരെ നിന്നോടു പ്രാർത്ഥിച്ചു ഞാൻ ചെയ്ത കാര്യങ്ങൾ ഒന്നുമേ തെറ്റിയില്ലിന്നേ വരെ. നിൻ സൗഖ്യം യാചിച്ചു ചെയ്ത ശുശ്രൂഷകൾ ഒന്നും വിഫലമല്ലിന്നേ വരെ. നിൻ സൗഖ്യം യാചിച്ചു ചെയ്ത ശുശ്രൂഷകൾ ഒന്നും വിഫലമല്ലിന്നേ വരെ. നിൻ പേരിലാർക്കെല്ലാം എന്തു ചെയ്തിടിലും എല്ലാം സഫലമാണിന്നേ വരെ. ഇന്നേ വരെ നിന്നോടു പ്രാർത്ഥിച്ചു ഞാൻ ചെയ്ത കാര്യങ്ങൾ ഒന്നുമേ തെറ്റിയില്ലിന്നേ വരെ. നിൻ സ്തുതി ഗീതങ്ങൾ പാടി വളർന്നപ്പോൾ എൻ ശ്രുതി താഴ്ന്നിട്ടില്ലിന്നേ വരെ. നിൻ സ്തുതി ഗീതങ്ങൾ പാടി വളർന്നപ്പോൾ എൻ ശ്രുതി താഴ്ന്നിട്ടില്ലിന്നേ വരെ. നിന്നാമ മഹിമയ്ക്കായൻ ജീവിതം നാഥ അർപ്പിച്ചിടുന്നു ഞാൻ അന്ത്യം വരെ. അന്ത്യം വരെ നിന്നോടു പ്രാർത്ഥിച്ചു ഞാൻ ചെയ്ത കാര്യങ്ങൾ ഒന്നുമേ തെറ്റിയില്ലിന്നേ വരെ. നിൻ കൈയിലെൻ കൈകൾ കോർത്തു നടന്നപ്പോൾ ഒരു ചുവടുമിടറിയില്ലിന്നേ വരെ. ഇന്നേ വരെ. പ്രിയപ്പെട്ട പൊളച്ച, ഒരു പ്രാർത്ഥനാ പുസ്തകം പോലെ പോക്കറ്റിൽ വെക്കേണ്ട, എന്താ പറയുക, നിന്നോട് ഞാൻ പ്രാർത്ഥിച്ച് ചെയ്ത കാര്യങ്ങൾ ഇന്നേ വരെ തെറ്റിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു പകല് രാവിലെ തന്നെ നമ്മുടെ ഉദ്യമങ്ങൾക്ക് മുമ്പ് ഒരു പ്രാർത്ഥന പോലെ നെഞ്ചു വയ്ക്കാവുന്ന മനോഹരമായ ഗാനം. വരികൾ, സംഗീതം, അച്ഛൻ്റെ സുന്ദരമായ ആലാപനം. എനിക്ക് തോന്നുന്നു അച്ഛൻ ഇത് ഹിന്ദോള രാഗം അല്ലേ? അതെ. എനിക്ക് അച്ഛനെ ഇഷ്ടപ്പെട്ട രാഗങ്ങളിലൊന്നാണ്. ഞാനിങ്ങനെ കർണാട്ടിക് മ്യൂസിക് പഠിച്ച് ചെന്നൈയിലെത്തി കഴിഞ്ഞപ്പോൾ
എനിക്ക് കുറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് തരങ്കിണി, ദാസേട്ടൻ്റെ തരങ്കിണിയിലേക്ക് കുറച്ച് പാട്ടുകൾ കൊടുക്കണം, അദ്ദേഹത്തെ കൊണ്ട് പാടിക്കണം എന്നൊക്കെ. അന്നൊന്നും ഞാൻ അങ്ങനെ ഒരു ശിഷ്യനാവണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞാൻ പാട്ട് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഈ രാഗങ്ങളൊക്കെ നമുക്ക് ഒരുപക്ഷെ ആബേലച്ചൻ എഴുതി കെ ആന്റണി മാസ്റ്റർ സംഗീതം ചെയ്ത പരിശുദ്ധാത്മാവ് എന്നുള്ള ഗാനമുണ്ടല്ലോ നമ്മൾ പാടുന്നത്. അപ്പോൾ ആ ഗാനം വഗളാഭരണം എന്ന് പറഞ്ഞൊരു രാഗത്തിലാണ്, മനോഹരമായിട്ടുള്ള കർണാട്ടിക് സംഗീതത്തിലെ. അപ്പോൾ ഈ കർണാടക രാഗത്തിനും താളത്തിനും ഒരു ജാതിയോ മതമൊന്നും ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് സത്യത്തിൽ അത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കൈതപ്പുറം, എൻ്റെ ക്ലാസ്മേറ്റ് അജയൻ നമ്പൂതിരി എന്ന് പറഞ്ഞ എൻ്റെ കൂടെ എമ്മയ്ക്ക് പഠിച്ചാണ്, അദ്ദേഹത്തിൻ്റെ റിലേറ്റീവാണ് കൈതപ്പുറം. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു തരങ്കിണിക്ക് വേണ്ടിയിട്ടാണ്, അപ്പോൾ ഒരു പാട്ട് എനിക്ക് എഴുതിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ ഹിറ്റായി നിൽക്കുന്ന സമയമാണ്, സിനിമാ പാട്ടുകൾ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരി ഞാൻ എഴുതി തരാം. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ ഹിന്ദോള രാഗാർദ്ധനായി എന്നുള്ള വാക്ക് ഞാൻ പ്രയോഗിച്ചത് അദ്ദേഹത്തിൻ്റെയാണ്. ഹിന്ദോള രാഗത്തിൽ യേശുവിൻ്റെ കീർത്തനം പാടുന്നത് ഞാൻ എഴുതി കൊടുത്തത്. അപ്പോൾ തുടക്കത്തിൽ ഒരു ഡിറക്ഷൻ പോലെ. അപ്പോൾ അദ്ദേഹം അത് മനോഹരമായിട്ട് ഹിന്ദോളരാഗാർദ്രനായി ഞാൻ ശ്രീ യേശുവിൻ അപദാനം പാടി സ്വർഗീയ താളങ്ങൾ തേടി ഞാൻ ജീവന്റെ തമ്പുരുമീട്ടി കന്യാസുതനെ നിൻവിരൽ തഴുകി പാടാത്ത വീണകൾ പാടി ഹിന്ദോളരാഗാർദ്രനായി ഞാൻ ശ്രീ. ഇത് ഞാൻ അങ്ങനെ നമുക്ക് അങ്ങനെ എനിക്ക് കമ്പോസിങ് സെമിനാറിൽ വെച്ച് ചെറിയൊരു സ്കില്ലുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഞാൻ കുറച്ച് കമ്പോസ് ചെയ്തു. ദാസേൻ്റെ വീട്ടിലേക്ക് ചെന്നു, അങ്ങനെ ആളെ കാണാൻ ചെന്നതാണ്. അപ്പോൾ അദ്ദേഹം റെക്കോർഡിങ്ങിന് രാവിലെ പോകുമ്പോൾ എന്നെ തന്നെ വിളിച്ചു കൊണ്ടുപോയി. ഒരു 6 സ്റ്റുഡിയോയിലൊന്ന് റെക്കോർഡിങ് ഇങ്ങനെ നടത്തി. തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു അച്ഛൻ്റെ എന്തോ പാട്ട് കമ്പോസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ എടുക്കുമെന്ന് പറഞ്ഞു എന്നോട്. അപ്പം ഞാൻ എന്നിട്ട് എനിക്കാണെങ്കിൽ ആകെ പേടി, ഇദ്ദേഹത്തിന് മുമ്പിൽ എന്താ നമ്മൾ പാടുക. അങ്ങനെ ഞാൻ അല്ല അച്ഛൻ പേടിക്കണ്ട, അച്ഛൻ പാടിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് അപ്പോൾ ഒരു വരി പാട് ഞാൻ. അപ്പോൾ അത് അദ്ദേഹം അതിൻ്റെ ഒരു 4 ഇരട്ടി ഗംഭീരമായിട്ട് പാടും. നമ്മൾ വിചാരിച്ചേക്കാളും അപ്പുറത്തേക്ക് അദ്ദേഹം പാടി. അങ്ങനെ ആളെന്നെ അത് ഓരോ വരി കഴിയുമ്പോൾ റെക്കോർഡ് ചെയ്ത് അവിടെ വയ്ക്കും. അപ്പം ഞാനൊരു കണക്കിന് അങ്ങോട്ട് പാടി ഒപ്പിച്ചു എന്നുള്ളത് എനിക്ക് ധൈര്യം ഇല്ലാതെ. അത് കഴിഞ്ഞിട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം അച്ഛന് റെക്കോർഡ് ചെയ്തിട്ട് ഈ ഗാനങ്ങളൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പം അങ്ങനെ പിന്നെ ഞാൻ പോയിട്ട് റെക്കോർഡ് ചെയ്തു. ഇത് വയലിൻ ജേക്കപ്പാണ് ഈ പാട്ടിന് ഓർക്കസ്ട്ര ചെയ്തിട്ടുള്ളത്. ഈ ഇതാണ് ദാസേട്ടനായിട്ട് കൂടുതൽ അടുപ്പിക്കാൻ കാരണം. ഞാൻ മദ്രാസിൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ചെന്നിട്ട് ആ വർഷം മദ്രാസ് മ്യൂസിക് അക്കാഡമിയിൽ അദ്ദേഹത്തിൻ്റെ കച്ചേരി ഉണ്ടായിരുന്നു. മദ്രാസ് മ്യൂസിക് അക്കാഡമി എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സ്ഥലം കർണാട്ടിക് മ്യൂസിക് പെർഫോമൻസിൻ്റെ. അപ്പോൾ അവിടെ കച്ചേരി ഞാനപ്പോൾ ഒരു പത്രത്തിൽ കണ്ടൊരു ടിക്കറ്റ് നോക്കി, ടിക്കറ്റ് ഒന്നും അവൈലബിൾ അല്ല, വലിയ പൈസയുടെ ടിക്കറ്റുള്ള, ചെറുവക ഒന്നുമില്ല, ഒക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മളൊരു സ്റ്റുഡൻ്റാണല്ലോ, നമുക്ക് അതിലെ പൈസ അധികം ഇങ്ങനെ ചിലവാക്കാനുള്ള നമുക്ക് സാഹചര്യമില്ല. അപ്പോൾ ഞാൻ തിരിച്ചു പോന്നു, അതിൽ കയറാൻ പറ്റാണ്ട്. പിറ്റേ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കൊന്ന് ഞാൻ പോയി. ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് സംസാരിക്കും. അവിടെ നിന്ന് എന്നോട് ചോദിച്ചു അച്ഛൻ എൻ്റെ കച്ചേരി ഉണ്ടായിരുന്നു മ്യൂസിക് അക്കാഡമിയിൽ, അച്ഛൻ വന്നില്ല എന്ന് തോന്നുന്നു എന്ന് ചോദിച്ചു എന്നോട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ടിക്കറ്റ് നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ ഇത് മറ്റന്നാൾ നാരദഗാന സഭയിൽ കച്ചേരി ഉണ്ട്, അച്ഛൻ വായോ, അവിടെ ഞാൻ ഇവിടെ ഉണ്ട്, അച്ഛൻ അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു എന്നോട്. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം ഒരു ജുബ്ബയും ഒരു തുണി സഞ്ചിയൊക്കെ ഇട്ടിട്ട് നമ്മുടെ പതിവ് പോലെ അവിടെ ഒരു മുക്കിൽ പോയി നിന്നു ഞാൻ, അതിൻ്റെ ഗ്രീൻ റൂമിൻ്റെ അടുത്ത്. അപ്പോൾ അദ്ദേഹം വരുന്നു, അദ്ദേഹം വന്ന് അവിടെ ആൾക്കാരിങ്ങനെ തടിച്ചു കൂടിയിരിക്കുകയാണ് പുള്ളിയെ സ്വീകരിക്കാനായിട്ട്. അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങിയ വഴിക്ക് തിരിഞ്ഞു നോക്കി എന്നെ കണ്ടു. ഞാൻ ഈ കുറച്ച് അകലം മാറി നിൽക്കുക. അപ്പോൾ എൻ്റെ അടുത്തേക്ക് നടന്നു വന്നിട്ട് എൻ്റെ തോളിൽ കൈയിട്ടിട്ട് പറഞ്ഞു നമുക്ക് ഹോളിലേക്ക് പോകാച്ച. ഞാനാകെ സ്വപ്നം കാണുന്ന പോലെ, നമുക്കൊരു പിടിയും കിട്ടണില്ല എങ്ങടെ പോണേ. അങ്ങനെ അവിടെ കൊണ്ടുചെന്ന് എന്നെ ഫ്രണ്ട് റോയിൽ ഇരുത്തിയിട്ട് അവരോട് പറഞ്ഞു ഹീസ് അവർ പ്രീസ്റ്റ്, ഗീവ് ഹിം എ സീറ്റ് ഇൻ ദ ഫ്രണ്ട് റോ എന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ ഇരുത്തി ഫ്രണ്ട് റോ. എന്നിട്ട് ആൾ പറഞ്ഞു വെച്ചാൽ ഞാൻ കച്ചേരിക്ക് പോയി മുകളിലേക്ക് പോയി. കച്ചേരി കഴിഞ്ഞാൽ ആളെ തൊടാൻ അടുത്തേക്ക് കിടക്കാൻ പറ്റില്ല, നമുക്ക് അത്ര ജനമാണ്. അങ്ങനെ പിറ്റേ 2 ദിവസം കഴിഞ്ഞപ്പോൾ വേറൊരു കച്ചേരി ഇതുപോലെ ടി നഗറിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയെ അങ്ങനെ കണ്ട് ഇതിൻ്റെ ഉള്ളിൽ കയറി ഓഡിയൻസിലിരിക്കുക. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് ദാസേട്ടൻ വിളിക്കുന്നുണ്ട് സ്റ്റേജിൻ്റെ പിന്നിലിരിക്കുന്നു പറഞ്ഞു. അപ്പോൾ എനിക്കൊരു പിടിയും കിട്ടില്ല. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഗ്രീൻ റൂമിൽ നിന്ന് കഴിഞ്ഞപ്പോൾ അച്ഛന് തമ്പൂരും വീട്ടും അറിയുമെന്ന് ചോദിച്ചു എന്നോട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ചെറുതായിട്ട് വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല, അത് മതി, കുറച്ചറിയാലോ അച്ഛൻ ഇരിക്കുക, ഇത് തമ്പുര പിടിച്ചോ ഇരിക്കുകയെന്നും പറഞ്ഞു എന്നോട്.
അങ്ങനെ ഞാൻ അവിടെ ഇരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ കച്ചേരിക്ക് തമ്പുരു ഇട്ടാണ് 3.25 മണിക്കൂറുണ്ടായിരുന്നു കച്ചേരി. അങ്ങനെ പിന്നെ ഈ തമ്പുരു വീട്ടിൽ അങ്ങനെ അങ്ങോട്ട് തുടർന്നു. അങ്ങനെ നമ്മളെല്ലാം കൊണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട്, എനിക്കാണെങ്കിൽ ഇത് പേടി കയറിയിരിക്കുക. കാരണം ഇത്രയും വലിയൊരു പ്രദീപയുടെ അടുത്ത് നമുക്ക് എന്ത് ചെയ്യാനാണ്. അപ്പം ഞാനിങ്ങനെ ഒഴിഞ്ഞു മാറാൻ നോക്കും തോറും തമ്പുരാൻ എന്നെ ഇങ്ങനെ കൂടുതൽ അടുപ്പിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ പഠനം അവിടെ ആയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ട് മദ്രാസ് മ്യൂസിക് അക്കാഡമി ഹാളിൽ തന്നെ അദ്ദേഹം വന്ന് ഞാൻ അവിടെ അരങ്ങേറ്റം നടത്തുകയാണ്. അപ്പോൾ അത് തന്നെയായാലും ഞാൻ പറഞ്ഞു വന്നത്, ഞാനൊരു ടിക്കറ്റ് വാങ്ങിക്കാൻ പൈസ ഇല്ലാതെ മടങ്ങിപ്പോയ അതേ ഹാളിൽ ഓഡിറ്റോറിയത്തിൽ സ്റ്റേജിൽ എന്നെ കൊണ്ടൊരു കച്ചേരി നടത്തുകയാണ് 8 കൊല്ലങ്ങൾക്ക് ശേഷം. ദൈവത്തിൻ്റെ ഒരു അത്ഭുതകരമായുള്ളൊരു പ്രവൃത്തി മാത്രം. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു, എൻ്റെ ഈ സംഗീത യാത്രയിൽ തമ്പുരാൻ്റെ അനുഗ്രഹം മാത്രമാണ് എൻ്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. ഞാൻ ഇടയ്ക്കൊക്കെ ചോദിച്ചിട്ടുണ്ട്, 12 വർഷം ഞാൻ പട്ടം കഴിഞ്ഞിട്ട് സംഗീതം പഠിച്ചു ഫുൾ ടൈം, എന്തിനാ എന്നെ ഇത്ര കാലം പഠിപ്പിക്കണേ? എനിക്കെന്നെ മനസ്സിലാവണില്ല. അപ്പോൾ പിന്നീട് എനിക്ക് മനസ്സിലായി, ഈ സംഗീത കച്ചേരിയൊക്കെ ചെയ്യണമെങ്കിൽ 12 വർഷമൊന്നും ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ അമേരിക്കയിൽ, അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, അച്ഛന് ഞാനൊരു കഷായം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, സംഗീത കഷായം. അച്ഛൻ്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കി, അത് വന്ന് കുടിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അമേരിക്കയിൽ, ദുബായിൽ, കഷായം തൊട്ടുള്ള വിശേഷങ്ങൾ ഇനി നമുക്ക് വീണ്ടും കേൾക്കേണ്ടിയിരിക്കുന്നു. ഒരു ഗുരുവിനെ എന്തുമാത്രം ആദരവോടെ സ്നേഹത്തോടെ സ്നേഹിച്ചു, ആ ഒരു ഗുരു കടാക്ഷം പ്രിയപ്പെട്ട പോളച്ചനിലുണ്ട്. ഇന്ന് ഞാനടക്കം വളരെ സ്നേഹത്തോടെ അഭിമാനത്തോടെ പറയുന്ന ഞങ്ങൾക്ക് ഗുരുതുല്യനായ പ്രിയപ്പെട്ട പോളച്ചൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ മനസ്സും ഹൃദയം നിറയുകയാണ്. കൂടുതൽ വിശേഷങ്ങൾ നമുക്കിനിയും കേൾക്കേണ്ടതുണ്ട്. വിപിനച്ഛൻ വളരെ പ്രശസ്തനായുള്ള ഗായകനായിട്ട് മാറിയിരിക്കുകയാണ്. അച്ഛൻ്റെ ഒരു ഗാനം കേൾക്കാൻ വളരെ സന്തോഷമുണ്ട്. ഉറപ്പായിട്ടും ഒത്തിരി സ്നേഹം, സന്തോഷം അച്ഛാ. വിശ്വാസത്തിൻ ദീപമാ അപ്പത്തിൻ രൂപത്തിൽ സ്വർഗത്തിൻ യാഥാർത്ഥ്യമായി തിരുവോസ്തിയായി ഈശോ വാണിടുന്നു, എന്നും വാണിടുന്നു. വിശ്വത്തിൻ അടയാളമായി വിശ്വാസത്തിൻ ദീപമായി അപ്പത്തിൻ രൂപത്തിൽ സ്വർഗത്തിൻ യാഥാർത്ഥ്യമായി തിരുവോസ്തിയായി ഈശോ വാണിടുന്നു, എന്നും വാണിടുന്നു. അപ്പമേ സ്വർഗീയ പൂജ്യമേ, നിത്യജീവൻ നീ നൽകിടണേ. അപ്പമേ സ്വർഗീയ പൂജ്യമേ, നിത്യജീവൻ നീ നൽകിടണേ. മറുകരയിൽ നാം മയങ്ങിടാതെ, മായകളിൽ നാം വീണിടാതെ, മറുകരയിൽ നാം മയങ്ങിടാതെ, മായകളിൽ നാം വീണിടാതെ, മാനവനീശൻ ദാനമേകിയ ജീവൻ നമുക്ക് സ്വന്തമാക്കാം. മാനവനീശൻ ദാനമേകിയ ജീവൻ നമുക്ക് സ്വന്തമാക്കാം. അപ്പമേ സ്വർഗീയ പൂജ്യമേ, നിത്യജീവൻ നീ
അച്ഛൻ വളരെ മനോഹരമായിട്ട് പാടി. അഭിനന്ദനങ്ങൾ. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സോ മച്ച്. ഈ അവസരത്തിൽ ഇത് എഴുതിയ സോജു അച്ഛനെയും സംഗീതം ചെയ്ത ജോണി അച്ഛനെയും അതുപോലെ ജേക്കബേട്ടനെ നന്ദിയോടെ ഓർക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ എപ്പിസോഡ് നമ്മളെല്ലാവരും നെഞ്ചോട് ചേർത്ത് വെച്ച നമ്മുടെ പ്രിയപ്പെട്ട പോൾ പൂത്തിങ്കൽ അച്ഛൻ, പാടും പാതിരി അച്ഛൻ, അച്ഛൻ്റെ വിശേഷങ്ങളും അച്ഛൻ്റെ സുന്ദരമായ ഗാനങ്ങളുമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. ഇനിയും വേറെ വിശേഷങ്ങളുണ്ട്. അച്ഛൻ്റെ മനോഹരമായ സുന്ദര ഗാനങ്ങൾ നമുക്ക് ഇനിയും കേൾക്കാനുണ്ട്. അടുത്ത എപ്പിസോഡിൽ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് കടന്നു വരുന്നവരെ ഹെവൻലി മെലോഡീസിൻ്റെ എല്ലാവരുടെയും പേരിലുള്ള സ്നേഹവും നന്ദിയും നിങ്ങളെ അറിയിക്കുന്നു. താങ്ക് യു. ഭൂമിയിലന്നു മന്നയേകി പൂർവപിതാക്കൾ ജീവൻ നേടി. ഭൂമിയിലന്നു മന്നയേകി പൂർവപിതാക്കൾ ജീവൻ നേടി. പകരണമേ നീ പുതുചൈതന്യം സ്വർഗത്തിൻ സമ്മാനമായി. പകരണമേ നീ പുതുചൈതന്യം സ്വർഗത്തിൻ സമ്മാനം.